എന്താന്നറിയില്ല. ഇന്നലെ കണ്ട മെട്രോ ഇന്ത്യനോ ആണെങ്കിലും, ഇപ്പൊ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആയ ഉപ്പ് കപ്പുറും എന്ന സിനിമയാണെങ്കിലും, രണ്ടിന്റെ സെക്കൻഡ് ഹാഫ് ആണ് പ്രശ്നകാരൻ. ഫസ്റ്റ് ഹാഫ് എന്ത് രസമായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ടതിന്റെ മെയിൻ റീസൺ രണ്ടെണ്ണമാണ്. ആദ്യത്തെ കീർത്തി സുരേഷും രണ്ടാമത്തെ സിനിമയുടെ ഒരു കഥയും. വെറൈറ്റി കഥ തന്നെയാട്ടോ. 1999 ചിട്ടി ജയപുരം എന്ന നാട്ടില് ഇനി ആകെ 4 സ്പോട്ടുള്ളൂ മരിച്ച ആൾക്കാരെ കുഴിച്ചിടാനായിട്ട്. അപ്പൊ ഈ ഒരു ഈ 4 സ്പോട്ട് കീഴടക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാരുടെ വെപ്രാളമാണ് ഈ സിനിമയുടെ കഥ. ആദ്യം കൈ കൊടുക്കേണ്ടത് ഐ വി ശശി എന്ന ഡയറക്ടറിനാണ്. ഈ ഒരു ബോൾഡ് ഫൺ കൺസെപ്റ്റ് ഏറ്റെടുത്തതിന്, പിന്നെ അത് അത്യാവശ്യം നന്നായി ട്രീറ്റ് ചെയ്തതിന്. ഐ വി ശശിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, നമ്മുടെ മലയാളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലാസിക് സിനിമകൾ സമ്മാനിച്ച ഐ വി ശശിയുടെ മോൻ കൂടെയാണ് ഐ വി ശശി. അപ്പന്റെ ആ ലെവൽ എത്തിയില്ലെങ്കിൽ പോലും നല്ല കഴിവുള്ള ഡയറക്ടർ തന്നെയാണ്. ആളുടെ മുന്നത്തെ സിനിമയാണ് നിന്നില്ല നിന്നില്ല. അതൊരു ക്യൂട്ട് സിനിമ തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ഫൺ ആൻഡ് എൻഗേജിങ് ആയിരുന്നു. ഒരു ഒരു പുതുമയാണ് സമ്മാനിച്ചത്. ആ ഒരു വേൾഡും അതിലെ ക്യാരക്ടേഴ്സും എല്ലാം അങ്ങനെ തന്നെയാണ് ബിൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴാണ് പടം ചെറുതായിട്ട് കൈവിട്ട് പോണത്. അതൊരു സെക്കൻഡ് ഹാഫ് ഭയങ്കര ഡൗൺ ആയിട്ടാണ് നറേറ്റ് പോയിരിക്കുന്നത്. ഒരു മോട്ടീവ് ഉണ്ടെങ്കിൽ പോലും അത് ഭയങ്കര മെസ്സി ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഡയറക്ടർ അത്യാവശ്യം നല്ല പണി ചെയ്തിട്ടുണ്ടെങ്കിലും റൈറ്ററിന് സെക്കൻഡ് ഹാഫിൽ ഒരു ബാലൻസ് കിട്ടാത്ത പോലെ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര പ്രോമിസിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് മെസ്സി ആൻഡ് കൺഫ്യൂസിംഗ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സ് തന്നെ ഡീസെന്റ് ആയി മാറുന്നു. പക്ഷെ അപ്പോഴും ആ ഒരു ഇമോഷൻ ഡെപ്ത് മിസ്സിംഗ് ആയതുകൊണ്ട് നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ല. സിനിമാറ്റോഗ്രഫി ആ ഒരു നാടും നാട്ടുകാരും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ എസെൻസ് നന്നായി കിട്ടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറെ മൊമെന്റ്സിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈൻ സൂപ്പർ ആയിരുന്നു. ആ ഒരു സിമിട്രി, നാടകം നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ അടിപൊളിയായിരുന്നു. പിന്നെ എഡിറ്റിംഗ് ആണ് സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പ് ആൻഡ് ടൈറ്റ് ആക്കായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ നമ്മളെ പിടിച്ചെങ്ങനെ ഇരുത്തിയാനെ. ഇനി പെർഫോമൻസിലോട്ട് കിടക്കുവാണെങ്കിൽ, ആദ്യം കീർത്തി സുരേഷിന്റെ പെർഫോമൻസിലൂടെ നമുക്ക് ചെറിയൊരു സുഖമില്ലായ്മ ഫീൽ ചെയ്യും. പക്ഷെ പിന്നീട് വളരെ മെച്യൂർഡ് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സുഹാസ് ടോട്ടലി ഒരു നാച്ചുറൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മോഹൻ ബാബു, ശത്രു, ഇവർ ആ ഒരു 2 ക്യാരക്ടേഴ്സ് നന്നായിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ കീർത്തി സുരേഷിനോട് 3 അപ്പാപ്പന്മാരുണ്ട്, അവന് രസമായിരുന്നു. ഓവറോൾ ഒരു വെറൈറ്റി പടം തന്നെയാണ് ഉപ്പ് കപ്പുറുമ്പും. അങ്ങനെ ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണാൻ ഈ ആഴ്ച താല്പര്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ഓവറോൾ അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് അനുഭവമേ കിട്ടിയുള്ളൂ. പ്രോമിസിംഗ് ആയിരുന്നെങ്കിൽ പോലും.